നമ്മൾ ഈ ബാക്കിൽ വാളിൽ കണ്ടോ, ഇത് നമ്മൾ വിചാരിക്കും ഗ്രാനൈറ്റ് ആണ്, അതുപോലെ മാർബിൾ ആണ്. അതൊന്നുമല്ല, ഇത് പോളി ഗ്രാനൈറ്റ് ഷീറ്റ് ആണ് അല്ലേ. ഇത് ജസ്റ്റ് ഒട്ടിക്കല്ല ചെയ്യുന്നത് ഫ്രണ്ട്സ്. നമ്മള് വാളിലൊക്കെ ഒട്ടിക്കുന്ന സാധനം കണ്ടില്ലേ, ഇത് ശരിക്കും വുഡ് പോലെ തന്നെ ഉണ്ട്. അത് PVC ആട്ടോ. ശരിക്കും ഇതൊരു BT കളർ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മളെ പാനൽ റൈറ്റ് തന്നെയാണ്. മെയിനായിട്ട് നമ്മള് ബിസിനസ്സിനും ആൾക്കാർക്ക് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുന്നുണ്ടോ? നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതെങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞത്? റൂഫിലൊക്കെ ഇടാൻ പറ്റിയ പണ്ടൊക്കെ ഓട് കാര്യങ്ങളൊക്കെ അല്ലേ, ഇപ്പൊ സ്റ്റോൺ കോട്ടഡ് അടിപൊളി സാധനം വന്നിട്ടുണ്ട് അല്ലേ, റൂഫിലിടുന്ന നല്ല സാധനം. ഫ്രണ്ട്സ് എന്റെ കയ്യിൽ ഇതാ 2 പ്രൊഡക്റ്റ് കണ്ടില്ല ഫ്രണ്ട്സ്. ഇത് മാർബിളോ ഗ്രാനൈറ്റോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റ് അല്ലേ, അടിപൊളി അല്ലേ. ഇതിന്റെ പേരാണ് പോളി ഗ്രാനൈറ്റ് ഷീറ്റ് എന്നാണ്. ഒരു സിമ്പിൾ ആയിട്ടാണ് ഫ്രണ്ട്സ് ഈ ഒരു ഗ്രാനൈറ്റോടെ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. 2 പേരെടുത്തിട്ട് ചുമരിന്റെ മുകളിൽ ഒട്ടിക്കാൻ പോവാ. തമിഴ്നാട് കരൂരാണ് ഈ ബിസിനസ് ബെഞ്ച് എന്ന സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് വരുന്നത്. പുതുതായി വീട് വെക്കുന്നവരും വീട് റിനോവേറ്റ് ചെയ്യുന്നവർക്കും ഒരുപാട് ലാഭം തരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് പൈസ നമ്മൾ ലാഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഏകദേശം അവർക്ക് 15ഓളം സ്റ്റേറ്റുകളിൽ അവർക്ക് ഈ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ 300ഓളം ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, 1000ഓളം സ്റ്റാഫും ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കമ്പനി അല്ല ഈ ബിസിനസ് ബെഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, ഒരു നമ്മളെ റൂഫിംഗ് ഷീറ്റ്. അപ്പൊ സുമിയ, ഇതാണോ പ്രൊഡക്റ്റ്? അതെ, ഇത് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. 5 കളേഴ്സിൽ അവൈലബിൾ ആണ് അല്ലേ? സ്ക്വയർ ഫീറ്റ് എഴുതുന്നുണ്ട്. ഇത് 7.3 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ റൂഫിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഇത് നമുക്ക് ഏത് ക്ലൈമറ്റിൽ യൂസ്ഫുൾ ആണ്. ഇപ്പൊ അധികം ചൂടുണ്ടാവില്ല, അധികം തണുപ്പുണ്ടാവില്ല, മഴ പെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, സൗണ്ടിന്റെ പ്രശ്നമൊന്നും വരില്ല. ആണല്ലേ? അതിന്റെ എത്രയാ? ഇത് ഞങ്ങള് 30 വർഷത്തെ ലൈഫ് ടൈം കൊടുക്കുന്നുണ്ട്, 5 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോ എല്ലാ വീടുകൾക്കും പറ്റുമോ? അതെല്ലാ വീടുകളും ടെറസിന്റെ മുകളിലും ഓടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതാണ് നിങ്ങളുടെ മെയിൻ സാധനം. ഇത് അതിന്റെ ഇതാണോ? അതിന്റെ റെഡ്ജ്, അതിന്റെ ആക്സസറീസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആക്സസറീസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം അല്ലേ? ഓക്കെ, ഇത് ഇതിന്റെ മുകളിൽ സ്റ്റോൺ കോട്ടിംഗ് ആണോ? സ്റ്റോൺ കോട്ടിംഗ് ആണ്. ഇത് അത്ര സ്ക്രാച്ച് ആയൊന്നും ആണല്ലേ? ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ, ഇത് പോകില്ല, കോട്ടിംഗ് പോകില്ല. ഓക്കെ, ഇതിങ്ങനെ ലെയർ ആയിട്ടാണ് വരുന്നത്, ജോയിന്റ് ആയിട്ടല്ല, ഒരു ലെയർ ആയിട്ടാണ് ഒരു പീസ് ഇങ്ങനെ ഉണ്ടാവും. കാണുമ്പോൾ വിചാരിച്ച് ജോയിന്റ് ആണ്, ജോയിന്റ് അല്ല. ജോയിന്റ് അല്ല, ഒരു പീസ്, വലിയൊരു പീസ് അല്ലേ? ലെയർ ആയിട്ട് തന്നെ വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ഓട് ഇട്ട പോലെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ഓടിന്റെ കണക്കല്ലേ, 1 2 3 4 അടുത്ത പ്രൊഡക്റ്റ്. ഇത് നമ്മൾ പണ്ട് ചിപ്സം ബോർഡ് ഒക്കെ അല്ലേ സീലിംഗിൽ ചെയ്യാം. അപ്പൊ ഇത് അതുപോലെ എന്താണ് സാധനം? ചിപ്സം ബോർഡ് അല്ലല്ലോ? അല്ലല്ല, ഇത് സോഫിറ്റ് സീലിംഗ് പാനൽ. ഓക്കെ, സീലിംഗിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. PVC പാനലാണത്. PVC പാനൽ അല്ലേ? 9 അടിയാണ് ലെങ്ത് വരുന്നത്, 1 അടി വിഡ്ത്തും. ഓക്കെ, ഇത് നമുക്ക് ഒരു വുഡൻ ഫിനിഷിംഗിൽ കിട്ടും അല്ലേ? ഇതിന് ഡിഫറെന്റ് കളറുകളുണ്ട്, 6 കളറുണ്ട്. 6 കളറിലുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോ എന്തിന്റെ കളർ? ഒരു വീട്ടി കളറൊക്കെ ഉണ്ടോ? എല്ലാ കളറും ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ സുഖമാണോ? ആണ്. ഇത് ചാനൽ അടിച്ചിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കാനോ? എത്ര ഹൈറ്റ് വരുന്നുണ്ട്? എത്ര? 9 അടി ഹൈറ്റ് വരുന്നുണ്ട്. 9 അടി ഹൈറ്റ് വരുന്നുണ്ട് അല്ലേ? 1 അടി വിഡ്ത്തും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതാ. നല്ല ഭംഗിയുണ്ടല്ലോ ബ്രോ. ഇതൊക്കെ നമ്മള് ശരിക്കും വുഡ് പോലെ ഉണ്ടല്ലോ. ഇത് സീലിംഗിൽ കൊടുക്കുന്ന അല്ലേ? WPCന്റെ പാനൽസ് ആണ്. WPCന്റെ പാനൽസ് അല്ലേ? ഇത് PVC അല്ലേ? അതെ, ഇതൊക്കെ ശരിക്കും നല്ലൊരു ഇതിന്റെ എന്താ പറയാ, ഒരു മരം ചെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ. മരം ചെയ്യാൻ ഒരുപാട് ഒരു വീട്ടി കളർ അല്ലേ? അതെ, മരം ചെയ്യാൻ അത് വർക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് ആശാരിമാർക്ക് പണിയുണ്ടാവും. അതെ, ഇതാണ് കൊണ്ട് ഒട്ടിച്ചാൽ മതി, ചുമരിന്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി. ഇത് ശരിക്കും വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റർ ആണ് പറയുന്നത്. WPC പാനൽസ് എന്ന് പറഞ്ഞാൽ വുഡ് പ്ലാസ്റ്റിക്കിന്റെ കോമ്പോസിറ്റർ ആണ്. അപ്പൊ ഇതെന്താ വെച്ചാല് നമുക്ക് മോയ്സ്ചർ കണ്ടതിന്റെ പ്രോബ്ലം അങ്ങനത്തെ വരുന്നില്ല. പിന്നെ ലൈഫായിരിക്കും. 9 അടി വരുന്നു, 9.5 അടി വരുന്നു. 6 ഇഞ്ചിന്റെ വരുന്നുണ്ട്, 8 ഇഞ്ച് വരുന്നുണ്ട് അല്ലേ? ഇത് എത്ര ഇഞ്ചാ വരുന്നത്? ഇത് 6 ഇഞ്ച് വരുന്നല്ലേ? ഫ്രണ്ട്സ്, ശരിക്കും വുഡാന്ന് തോന്നില്ലേ? ഇത് ഒരു വീട്ടി ചെയ്ത പോലല്ലേ, വീട്ടിന്റെ ഇതുപോലല്ലേ? ഇത് ശരിക്കും PVC ആട്ടോ. ഇത് നമുക്ക് TV യൂണിറ്റ് അതുപോലെ തന്നെ ശരിക്കും വാളിൽ ഇങ്ങനെ ഒട്ടിക്കുന്നല്ലോ. വാളില് നമുക്ക് അങ്ങനെ തന്നെ പാനല് നമുക്ക് ഇത് നോക്ക്, ഇതെങ്ങനെയുണ്ട്? ഇതേമാതിരി സ്ക്രൂ ചെയ്താൽ മതി അല്ലേ? വാളില് സ്ക്രൂ ചെയ്താൽ മതി. ശരിക്കും വുഡ് കൊണ്ട് ചെയ്ത പോലെ ഉണ്ട് അല്ലേ? ഗമ്മ് വേണമെങ്കിൽ ഗമ്മും ചെയ്യാം അല്ലേ? അപ്പൊ നമ്മളിത് വുഡിൽ ചെയ്യണമെങ്കിൽ എത്ര പണി, ഒരുപാട് ടൈമും വരും. പിന്നെ ഇതാണെങ്കിലും റെഡിമെയ്ഡ് അവൈലബിൾ ആണ്. സൈസ് വരുന്നത് 9.5 അടിയാണ്. 9.5 അടി സൈസ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ബിസിനസ് ബെഞ്ചിന്റെ ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് 210 GSM ആണ് അത് വരുന്നത് കേട്ടോ. ടോട്ടൽ 57 കളേഴ്സിൽ അവൈലബിൾ ആണ്.
ഒരു സിംഗിൾ വാൾപേപ്പർ റോൾ 56 സ്ക്വയർ ഫീറ്റ് വരെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ വിചാരിക്കും ഗ്രാനൈറ്റ് ആണ്, അതുപോലെ മാർബിൾ ആണ്. അതൊന്നുമല്ല, ഇത് പോളി ഗ്രാനൈറ്റ് ഷീറ്റ് ആണ് അല്ലേ? ഇത് ജസ്റ്റ് ഒട്ടിക്കല്ലേ ചെയ്യുന്നത്? അത് നമ്മൾ പേസ്റ്റ് ചെയ്താണ്. ഇത് 2 മോഡൽസ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തതാണ് ആണല്ലേ? ഇത് നമ്മൾ ഈ ഗ്രാനൈറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെലവ് കുറവാണോ? അതെ, ചെലവ് കുറവാണ്. ഗ്രാനൈറ്റ് നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ലേബർ കോസ്റ്റ്, പോളിഷ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് എക്സ്പെൻസീവ് വരും. ഇത് നമുക്ക് ഷീറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ വാളിലേക്ക് ഗമ്മ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഗമ്മ് തേച്ച് വെക്കുകയുള്ളൂ അല്ലേ? കളേഴ്സിൽ അവൈലബിൾ ആണോ? ഇത് നമുക്ക് മാറ്റും ഗ്ലോസിനും അവൈലബിൾ ആണ്. ആണല്ലേ? ഇത് നമുക്ക് നല്ല ശരിക്കും ഇതൊക്കെ ബീഡിങ് ഇതിന്റെ കൂടെ വരുന്നതാണോ? ബീഡിങ് ഇതിന്റെ അലൂമിനിയത്തിന്റെ ബീഡിങ് ഉണ്ട്. അതുപോലെ അപ്പോക്സി ആണ്. അപ്പോക്സി ഇത് നമുക്ക് എവിടെയൊക്കെ ചെയ്യാം? നമുക്ക് ബാത്റൂമിലൊക്കെ ചെയ്യാം. ബാത്റൂം സൈഡിലൊക്കെ ചെയ്യാം. ചില സ്ഥലത്ത് ബാക്കിൽ ലീക്ക് വരുന്നുണ്ട് പറഞ്ഞ് ടൈലിന്റെ ഇതിൽ കൂടെ അപ്പോക്സി കൂടെ ഇറങ്ങിയിട്ട്, പക്ഷെ ഇതിൽ ആ പ്രശ്നം വരില്ല. വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. മോയ്സ്ചർ കണ്ടെയ്നുള്ള വീട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള വാളിൽ പ്രോബ്ലംസ് ഉള്ളതിന് ഒരു സൊല്യൂഷൻ ആണത്. ആണല്ലേ? അപ്പൊ നമുക്ക് ഇത് ചെയ്തൊരു വർക്കിംഗ് സൈറ്റ് ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയിട്ട് നോക്കാം. അവിടെ പോയി നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇത് എത്ര ലൈഫ് കിട്ടുന്നത്? ഇത് നമ്മൾ 15 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഫ്രണ്ട്സ്, നമ്മളിപ്പം ഗ്രാനൈറ്റ് ഒക്കെ നമ്മൾ വോളിൽ ഒട്ടിക്കുന്നില്ലേ, അതെന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ഇത്ര വെയിറ്റ് ഉള്ള സാധനമല്ല നമ്മൾ കൊണ്ട് ഒട്ടിക്കുന്നത്. പിന്നെ അത് പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണെങ്കിൽ ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഷീറ്റിന് എത്ര ലെങ്ത് വരുന്നുണ്ട്? വലിയ ഷീറ്റ് ഇത് വന്നത് 8x4 ആണ്. 32 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. നമ്മളെ വെയിറ്റ് വന്നിട്ട് ഒരു 16 kg വരും. ആകെ 16 kg വരുള്ളൂ. അപ്പൊ നമുക്ക് സുഖമായിട്ട് പൊന്തിച്ച് ഒട്ടിക്കാൻ പറ്റും. എന്റെ കയ്യിൽ 2 പ്രൊഡക്റ്റ് കണ്ടില്ല ഫ്രണ്ട്സ്. ഇത് മാർബിളോ ഗ്രാനൈറ്റോ ഒന്നുമല്ല കേട്ടോ. നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഇതിന്റെ പേരാണ് പോളി ഗ്രാനൈറ്റ് ഷീറ്റ് എന്നാണ്. ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായി വീട് ഉണ്ടാക്കുകയാണെങ്കിൽ, പഴയ വീടാണെങ്കിലൊക്കെ നമ്മൾ വോളിൽ ഒട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടത്. ഇത് കണ്ട പല ഡിസൈനിലും ഇത് അവൈലബിൾ ആട്ടോ. ശരിക്കും ഒറിജിനൽ മാർബിളിന് വെല്ലും കേട്ടോ. അത് അടിപൊളി ഡിസൈൻ അല്ലേ? അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വാ, പോളി ഗ്രാനൈറ്റ് ഷീറ്റ്. ഇത് നമുക്ക് ടൈലിനും ഗ്രാനൈറ്റിനും പകരമായിട്ട് വാളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ, ഇതിന്റെ നമുക്ക് ഇതിനോടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഗ്രാനൈറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ പിന്നെ നമുക്ക് പോളിഷ് ചെയ്ത് നമുക്ക് വാളിലേക്കൊക്കെ ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആവും. ഇത് അത്ര എക്സ്പെൻസീവും വരില്ല. പിന്നെ വാളിന് വെയിറ്റും ഉണ്ടാവത്തില്ല. പിന്നെ ഇതേപോലത്തെ കൊമേഴ്ഷ്യൽ ഏരിയ നമുക്ക് ഇത് റീയൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. ഗമ്മ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന. പിന്നെ പെട്ടെന്ന് വർക്കും കാര്യങ്ങളും പെട്ടെന്ന് കഴിയും. ഓക്കെ, നമുക്ക് വന്നിട്ട് സൈസ് വന്നിട്ട് 8x4 ആണ്. 8x4 ആണ് വരുന്നത്. അതാണ് നമ്മളെ സൈസ് അല്ലേ? ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. 8x4 ആണ് വരുന്നത് അല്ലേ? അതെ, ഇത്ര വലിയ സൈസാണ് വരുന്നത്. ഇത്രയും വലിയ സൈസാണ് വരുന്നത്. ഏകദേശം ഈ വലുപ്പം ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ, ഇത് നമുക്ക് എവിടേക്കാ അത് യൂസ് ചെയ്യാം? ഇത് നമുക്ക് ഡയറക്റ്റ് വാളിലേക്ക് യൂസ് ചെയ്യാം, സീലിംഗ് യൂസ് ചെയ്യാം, പ്ലൈവുഡിന്റെ മേലെ യൂസ് ചെയ്യാം. പിന്നെ ചിലവർ ചാനൽ ചെയ്തിട്ട് അത് കിച്ചൺ കബോർഡിന്റെ ടോപ്പിൽ നമ്മൾ ചെയ്യും. മീൻസ് ഫ്രണ്ട്സ്, ഈ ഒരു ഗ്രാനൈറ്റ് ഇവിടെ ഒട്ടിക്കാൻ പോകുന്നുണ്ടോ? 2 പേരെടുത്തിട്ട് ചുമരിന്റെ മുകളിൽ ഒട്ടിക്കാൻ പോവാം. അടിപൊളി അല്ലേ? ഇത്ര സിമ്പിളായിട്ട് ഒട്ടിക്കാം. 15 വർഷം വാറണ്ടിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ആണ് വുഡൻ ഫ്ലോറിംഗ് കേട്ടോ. ഇത് വുഡ് തന്നെയാണോ? ഇത് HDF ആണ് ശരിക്കും. നമ്മളെ ക്വാളിറ്റി കൂടുതലുള്ള ഒരു HDF പ്രോഡക്റ്റ് ആണല്ലേ? ഓക്കെ, ഇതെങ്ങനെ സ്ക്വയർ ഫീറ്റ് ആണോ റേറ്റ് വരുന്നത്? ഇത് നമ്മളെ പാനൽ റേറ്റ് തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ ബിസിനസ്സിനും ആൾക്കാർക്ക് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുന്നുണ്ടോ? നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതെങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു? ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോടെ? അതെ, നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഡീലർ അപ്പോയിന്റ് ചെയ്യണം. ആ ഡീലർ ആണ് സബ് ഡീലർ, കസ്റ്റമർ സർവീസ് മൊത്തം അവർ തന്നെയാണ് ചെയ്യുന്നത്. കമ്പനി ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, സർവീസ് അവർ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 300 സ്ക്വയർ ഫീറ്റിന്റെ റൂമാണ് നമുക്ക് ഈ സർവീസിന് വേണ്ടത്, ഡീലർക്ക് വേണ്ടത്. ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളൂ, കമ്പനി ചെയ്തോളൂ. നമ്മളെ ഈ ബിസിനസ് വെഞ്ചർ എന്നുള്ള കമ്പനി ആണ് അവർ ഓൾ ഓവർ ഇന്ത്യ മൊത്തമായിട്ട് ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മുടെ ഫർഷീന ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയാണ്
ഈ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ് അതിലേക്ക് കൊടുക്കുന്നത്? നമ്മളിപ്പം പുതിയ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി വൈസ് ഉള്ള പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ എല്ലാം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നമ്മളെ ഒരു സർവീസ്, നമ്മളെ ഒരു കമ്പനീൻ്റെ ഇത് തന്നെ ബെസ്റ്റ് ക്വാളിറ്റി സർവീസ് ചെയ്യാന്നുള്ള ആ ഒരു രീതിയിൽ കോംപ്രമൈസ് ഇല്ല നമ്മളെ ഈ പ്രോഡക്റ്റിൽ ക്വാളിറ്റി വൈസിൽ. അത് നല്ല ക്വാളിറ്റി വൈസിലുള്ള പ്രോഡക്റ്റ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം പരിചയപ്പെടുത്തിയ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, റൂഫിങ്, വാൾ, അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഒരു കൊടുക്കുന്നത്, ഡീലർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തുടങ്ങണമെങ്കിൽ എത്ര എന്റെ കയ്യിൽ ക്യാഷ് വേണം? നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 lakh ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡീലർഷിപ്പിന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എഗ്രിമെന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ 5 lakh ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഡീലർക്ക് 2 ത്രൂലായിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. ഒന്ന് പ്രൊഡക്റ്റിൽ നിന്നും ഏകദേശം റിട്ടേൺസ് ഒരു 1.5 ലക്ഷം രൂപ ഏകദേശം ഈ 5 lakhന് കിട്ടും. അവർ ഒരു വർക്കിംഗ് പാർട്ടായിട്ട് ഒരു വർക്കിംഗ് ടീം സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വർക്കിന്റെ പ്രോഡക്റ്റും ഒരു ഇതും ലഭിക്കുന്നുണ്ട്, ഒരു പ്രോഫിറ്റ് ലെവലിൽ ആണല്ലേ. ഓക്കെ, അപ്പം ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 300 square feet ഒരു റൂം എടുത്താൽ മതി, ബാക്കിയൊക്കെ ഇവരായിക്കോളും. ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ അല്ലേ? കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അരൂരുള്ള ഏതായിരുന്നു ബിസിനസ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റുകളാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം കോഴിക്കോടാണ് നമ്മളിപ്പോൾ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നിങ്ങളൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.